ലീഗന്മാർക്കും സുഡാപ്പികൾക്കും എന്ത് ഖുറാൻ എന്ന് ആലോചിച്ചു പോകുകയാണ്. ഖുറാനെ പോലും മറന്നുകൊണ്ടാണ് മാങ്ങാണ്ടിയെ നിരന്ന് നിന്ന് സുഡാപ്പികളും കുറച്ച് ലീഗന്മാരും കൂടി ന്യായീകരിച്ച് മെഴുകുന്നത്. ഇവരൊക്കെ എന്ത് തരം വിശ്വാസികളാണ്? ഈ നാട് ഇവരുടെ ആ വിശ്വാസ ഉടായ്പിനെ കൃത്യമായി കാണേണ്ടതുണ്ട്. ഒരു ഗർഭചിത്രം നടത്തിയ ഒരുത്തനെയാണ് അവൻ ചെയ്തത് എന്തോ സൽപ്രവർത്തി പോലെ ലീഗന്മാരും സുഡാപ്പികളും മൗദൂദികളും ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഖുറാൻ എന്ന ഇസ്ലാം മത ഗ്രന്ഥത്തെ ഒരു വിലയും കൽപ്പിക്കാത്തവരാണെന്ന് കൃത്യമായി തെളിയിക്കുകയാണ്. അതിന് SFI സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശിവപ്രസാദ് ഇട്ടൊരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. കൃത്യമായിട്ട് നാടത് കേൾക്കണം. അതിൽ ഖുറാനിലെ 2 പ്രധാനപ്പെട്ട വചനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ്. ആ പോസ്റ്റ് നിങ്ങൾ കേൾക്കുമ്പോൾ കേരളത്തിൽ ലീഗുകാർക്കും സുഡാപ്പികൾക്കും ഈ മതഗ്രന്ഥം എന്നൊക്കെ പറഞ്ഞാൽ അത് ഏതോ ഒരു പുസ്തകം മാത്രമാണ്, അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ട കാര്യമേ അല്ല, പക്ഷെ ഞങ്ങൾ ഇസ്ലാമാണ്, അവിടെയാണ് ഇസ്ലാം മതത്തെ ഈ നാടിന്റെ മുന്നിൽ ഒറ്റുകൊടുക്കുന്ന ഇവരുടെയൊക്കെ വിശ്വാസം നാട് തിരിച്ചറിയേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ശിവപ്രസാദിന്റെ ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് നിങ്ങൾ കേൾക്കണം. ജീവനെ അന്യായമായി കൊല്ലരുത്. അൽ ഇസ്ര 17:33. അള്ളാഹു നിരോധിച്ചിരിക്കുന്ന ജീവനെ ന്യായമായ കാരണമില്ലാതെ നിങ്ങൾ കൊല്ലരുത്. ഖുറാൻ 17:33. നിർബന്ധിത ഗർഭചിത്രത്തിൽ അറസ്റ്റിലായാലും ലീഗിന്റെ പ്രചരണം രാഹുലിനായി അതിശക്തമായി തുടരും. വേദി ഒരുക്കി പ്രസംഗിക്കാൻ യൂത്ത് ലീഗ് അവസരം നൽകും. ലീഗിനെന്ത് ഖുറാൻ? അതെ, ലീഗിന് ഖുറാൻ എന്ന് പറഞ്ഞാൽ ഒരു വിലയുമില്ലാത്ത സാധനമാണെന്ന് നേരത്തെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ഖുറാനകത്ത് സ്വർണം കടത്തി എന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റുപിടിച്ച് KT ജലീൽ എന്ന മുസൽമാനെ വേട്ടയാടാൻ വേണ്ടി അവർ ഉപയോഗിച്ചവരാണ്. ഖുറാൻ എന്ന വേദപുസ്തകത്തിനെ സമൂഹത്തിന്റെ മധ്യത്തിൽ സ്വർണം കടത്താൻ വേണ്ടി ചില മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ന് സംഘപരിവാർ ഉണ്ടാക്കിയ ആ കഥയെപ്പോലും ഏറ്റുപാടിയവരാണ് ലീഗന്മാരും സുഡാപ്പികളും. അവർ ഇന്നിപ്പോൾ ഗർഭചിത്രം നടത്തിയ അള്ളാഹു കൊടുത്ത ഒരു ജീവനെ നശിപ്പിച്ചതിനെ ഖുറാന്റെ വചനങ്ങൾ പോലും മറന്ന് ഇങ്ങനെ ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഇവർ 5 നേരം നിസ്കരിക്കുന്നത് എന്താണ്? ഒരു കാപട്യമാണ്. ഞാൻ വിശ്വാസിയാണ് എന്നതിന്റെ മറ പിടിച്ച് അധികാര കസേരകളിലേക്ക് എത്താൻ വേണ്ടി നടത്തുന്ന നാട്യങ്ങൾക്കപ്പുറം ഖുറാനുമായിട്ടോ അല്ലെങ്കിൽ ഇസ്ലാം മത ജീവിതചര്യകളുമായിട്ടോ ഇവർക്ക് പുലബന്ധമില്ല. അത്തരം ജീവിതചര്യകളോട് ഇവർക്ക് പുച്ഛമാണ്. അല്ലെങ്കിൽ ഖുറാനിൽ ഇസ്ലാം മത വിശ്വാസികൾ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട ഓരോ വചനങ്ങളും ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വിലയില്ലാത്ത സാധനമാണ്. അതൊക്കെ വെറും പുസ്തകത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നു എന്ന കാഴ്ചപ്പാടുള്ളവരാണെന്ന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടൻ ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ അത് ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീ തന്നെ നിലവിളിച്ച് ഈ നാടിനോട് വിളിച്ചു പറയുമ്പോൾ ന്യായീകരിക്കാൻ ഒരു മനസ്താപവും ഇല്ലാതെ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് ഖുറാന്റെ ഈ വചനങ്ങൾ മനസ്സിലുണ്ടോ ഇല്ലോ എന്ന് ചിന്തിക്കാവുന്നതും അവരുടെ പ്രവൃത്തിയും അവർ ആ സ്ത്രീയെ അധിക്ഷേപിച്ചുകൊണ്ട് കുറിക്കുന്ന വാക്കുകളും നോക്കിയിട്ട് ഇവരെ ഇസ്ലാം മത വിശ്വാസികളോ ഖുറാൻ ജീവിതചര്യയാക്കിയ ഇസ്ലാമാണോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ്. ഇതൊക്കെയാണ് ഈ നാട്ടിൽ ലീഗ് വെച്ച് നടത്തുന്ന മതക്കച്ചവടമെന്ന് നാട് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.